സോ അതിനെ തിളനില നോക്കുകയാണെങ്കിൽ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് ആ ദ്രാവകത്തിന്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഒരു ദ്രാവകം നോർമൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ തിളയ്ക്കുന്ന താപനില എന്താണോ അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില. ഇവിടെ ജലത്തിന്റെ കേസിൽ എത്രയാണ് തിളനില? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. അന്തരീക്ഷ മർദ്ദത്തിൽ 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പം അതായത് 100 ഡിഗ്രിക്ക് അപ്പുറമാണ് ജലം ആ ഒരു ദ്രാവക രൂപം വിട്ടുമാറാനായിട്ട് തുടങ്ങുന്നത്. ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിന് ശേഷമുള്ള ഏത് താപനിലയിലും, അപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില എന്നതുകൊണ്ട് അർത്ഥം 100 ഡിഗ്രി മാത്രമേ ജലം ബാഷ്പീകരിക്കുകയുള്ളൂ എന്നല്ല. നമ്മൾ 100 ഡിഗ്രിക്ക് ശേഷം 101 കൊടുത്താലും 120 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാലും 200 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാലും ജലം തിളച്ചുകൊണ്ടിരിക്കും. അവിടെ എന്താണ് വ്യത്യാസം? നമ്മൾ ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസിന് ശേഷം കൊടുക്കുന്ന ഓരോ താപനിലയിലെയും ആ ഒരു താപം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അതിനെ ബാഷ്പീകരിക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ജലം ചൂടാക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന താപം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? താപനില വർദ്ധിപ്പിക്കാനും ദെൻ വർദ്ധിപ്പിച്ച് ഒരു പോയിന്റിന് ശേഷം പിന്നീട് ബാഷ്പീകരിക്കാനും ഈ ഒരു താപത്തെ ഉപയോഗപ്പെടുത്തുന്നു. ജലത്തിന്റെ താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി എന്നൊരു കഴിവിന് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരേ അളവിൽ ജലവും വെളിച്ചെണ്ണയും എടുക്കുകയാണെങ്കിൽ രണ്ടിനെയും നമ്മൾ ഒരേ സമയം തന്നെ ചൂടാക്കുകയാണെങ്കിൽ, ഒരേ താപം കൊടുത്ത് രണ്ടിനെയും ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എണ്ണ പെട്ടെന്ന് ചൂടാവുന്നു. അതായത് എണ്ണയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജലം ചൂടാവാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ആ ചൂടിനെ അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണ്? അത് വളരെ കൂടുതലാണ്. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ വെളിച്ചെണ്ണയുടെ താപനിലയാണ് പെട്ടെന്ന് തന്നെ ഉയരുന്നത്. അപ്പം മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. ഇതിനെയാണ് നമ്മൾ ജലത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി അഥവാ താപധാരിത എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു താപധാരിത നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. അപ്പം എഞ്ചിനിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ജലം ഉപയോഗിക്കാറുണ്ട്. ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. നമ്മൾ വെള്ളത്തിലേക്ക് വെച്ച് പാത്രം വെച്ചൊക്കെ നമ്മൾ തണുപ്പിക്കാറുണ്ട്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. ഇത് ഭൂമിയുടെ താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഈ ഒരു 2/3 ഭാഗം കാണപ്പെടുന്ന ജലം എന്ന് പറയുന്നത്. സോ ഇവിടെയൊക്കെ നമ്മൾ ജലത്തിന്റെ താപധാരിത എന്നൊരു കഴിവിനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിയിരിക്കുക. ജലത്തിന്റെ അസ്വാഭാവിക വികാസം, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു. അപ്പൊ തണുത്ത ജലത്തിന് സ്വാഭാവികമായിട്ട് സാന്ദ്രത കൂടുകയും സാന്ദ്രത കൂടിയ വസ്തു എന്തായാലും എങ്ങോട്ടായിരിക്കും പോവുക? താഴത്തേക്കായിരിക്കും പോവുക. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ സംഭവിക്കും. അതായത് 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുക്കുന്ന ജലം താഴത്തേക്ക് പോകും. എന്നാൽ അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുകയാണെങ്കിൽ ജലത്തിന്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അതായത് 4 ഡിഗ്രി സെൽഷ്യസിന് താഴത്തേക്ക് നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ അവിടെ നേരെ റിവേഴ്സ് സംഭവിക്കും. അതിന് താഴേക്ക് തണുക്കുന്ന ജലം സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്ന കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മുകളിലേക്ക് വരും. 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയരുന്നു. ഇത് തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസ് നിറയുന്നു. നമുക്കറിയാം 4 ഡിഗ്രിക്കും താഴെ 0 ഡിഗ്രി ആവുമ്പോഴാണ് ജലം ഐസ് ആവുന്നത്. അപ്പൊ ഐസ് സ്വാഭാവികമായിട്ടും അപ്പൊ എവിടെ കാണും? ജലത്തിന്റെ മുകളിലായിരിക്കും. 4 ഡിഗ്രിക്ക് ശേഷമുള്ള എല്ലാ താപനിലയിലും ജലം സാന്ദ്രത കുറഞ്ഞു കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഐസ് എപ്പോഴും ജലത്തിന് മുകളിലായിട്ടായിരിക്കും കാണപ്പെടുക. തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നു. അപ്പൊ ഇതൊരു പ്രയോജനമാകുന്ന ഒരു സന്ദർഭമാണ് പറയുന്നത്. ഇങ്ങനെ ഐസ് മുകളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അതിന് താഴെയുള്ള ജലഭാഗത്ത് ജലജീവികൾക്ക് താമസിക്കാൻ കഴിയുന്നു. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെ ആയനെ? ആ ജലജീവികളുടെ ആ ഒരു ജീവനെ ഭീഷണിയാവുന്ന രീതിയിൽ അത് മാറിയനെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജലം ഐസ് ആകുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്ത് ഉറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിന്റെ ഖരാങ്കം അഥവാ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ നമുക്കറിയാം ജലത്തിന്റെ ഖരാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്.
നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ജലത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു. എന്താണ് ജലത്തിന്റെ അസ്വാഭാവിക വികാസം അഥവാ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഐസ് എപ്പോഴും ജലത്തിന് മുകളിലായിരിക്കും. കാരണം ഐസിനാണ് ജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കുറവ്. ജലത്തിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ. സോ നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു ബ്ലേഡ് പോലുള്ള വളരെ തിന്നായിട്ടുള്ള വസ്തുക്കൾ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്താണ്? ജലത്തിന്റെ സർഫസ് ടെൻഷൻ എന്നൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്താണ് സർഫസ് ടെൻഷൻ എന്നൊരു ഡെഫിനിഷൻ നോക്കാം. ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു വാട്ടർ സർഫസിലെ ഏറ്റവും മുകളിലുള്ള സർഫസിലുള്ള ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ മോളിക്യൂളിന് രണ്ട് സൈഡിലേക്കും പിന്നെ താഴത്തേക്കുമാണ് അട്രാക്ഷൻ അനുഭവപ്പെടുക. എന്നാൽ മിഡിലുള്ളൊരു മോളിക്യൂളിന് എല്ലാ വശങ്ങളിലേക്കും ഈക്വലി ഒരു അട്രാക്ഷൻ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അത് അവിടെ ബാലൻസ് ആയി പോകും. പക്ഷെ ഒരു സർഫസിലുള്ളതിനെ സംബന്ധിച്ച് അതിന്റെ താഴേക്ക് ഉള്ളൊരു പുള്ളിങ്ങിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് മുകളിലേക്ക് ഒരു പുള്ളിങ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അവിടെ ഒരു മോളിക്യൂളിന്റെ അട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വലിഞ്ഞു മുറുകി ഒരു പാട പോലെ സർഫസ് ഇരിക്കുന്നതായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുക. അപ്പം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായ സവിശേഷമായ ബലമാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ചെറിയ ചെറിയ പ്രാണികൾക്ക്, ഉറുമ്പുകളൊക്കെ ജലത്തിന്റെ മുകളിലൂടെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ സാധ്യമാകുന്നത്, അതുപോലെ ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും ഒക്കെ കാരണം എന്ത് തന്നെയാണ്? പ്രതലബലമാണ്. ഈ ഒരു പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷതയാണ്. അപ്പൊ ഇത് ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ഇനി പ്രതലബലത്തിനെ കുറിച്ചുള്ളൊരു ബോക്സിൽ കുറച്ച് ഡാറ്റാസ് കൂടി കൊടുത്തിട്ടുണ്ട്. പ്രതലബലം ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുക. അപ്പോൾ എപ്പോഴും ഈ ഒരു സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ ആ ഒരു ഏരിയ, അതിന്റെ സർഫസിന്റെ ഏരിയ മാക്സിമം കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ഇത് ആക്ട് ചെയ്യുക. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അതായത് നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ മാസ് എടുക്കുകയാണെങ്കിൽ അതേ മാസുള്ള പല ഷേപ്പുകളിൽ നമ്മൾ ഒരു വസ്തു ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഏത് ഷേപ്പൊക്കെ എടുത്താലും അതിന് ഏറ്റവും മിനിമം സർഫസ് ഏരിയ വരുന്നത് ഏത് ഷേപ്പിലാണ്? അത് സ്ഫെറിക്കൽ ഷേപ്പ് അഥവാ ഗോളാകൃതി വരുമ്പോഴാണ്. അപ്പം എന്ത് വസ്തു ആയിക്കോട്ടെ അത് ഗോളാകൃതി, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ മാസിൽ ഗോളാകൃതിയിൽ വരുമ്പോഴാണ് അതിന് ഏറ്റവും സർഫസ് ഏരിയ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെറു ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത്. അപ്പം വെള്ളത്തിന് എപ്പോഴും അതിൻ്റെ സർഫസിന് എപ്പോഴും ആ ഒരു ഏരിയ കുറയ്ക്കുക എന്നൊരു ടെൻഡൻസിയാണ് സർഫസ് ടെൻഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വാട്ടർ ഡ്രോപ്സിന് ഏത് ഷേപ്പ് വരുന്നത്? ഗോളാകൃതി വരുന്നത്. അപ്പോൾ വാട്ടർ ഡ്രോപ്സിന്റെ ഗോളാകൃതിയും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രതലബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ഗോളാകൃതിക്ക് പിന്നിലും എന്താണ് കാരണം? പ്രതലബലം തന്നെയാണ് കാരണം. അലക്കും സോപ്പും. വസ്ത്രങ്ങളിലെ അഴുക്ക് നീങ്ങാൻ നൂലിഴകളിലൂടെ ജലം നന്നായി കടന്നു പോകണം. ജലതന്മാത്രകളുടെ പരസ്പര ആകർഷണം കുറച്ചാൽ ഇത് സാധ്യമാകും. അതായത് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും ആ ഒരു ക്ലീനിങ് പ്രോസസ്സിനെ സഹായിക്കുന്ന ദ്രാവകമാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വെള്ളം ഒരു വസ്ത്രത്തിന്റെ ഓരോ നൂലിന്റെ ഇഴകളിലേക്കും കടന്നു ചെന്നെങ്കിൽ മാത്രമേ ക്ലീനിങ് സാധ്യമാവുള്ളൂ. അപ്പൊ ഇങ്ങനെ വെള്ളത്തിന് കടന്നു പോകണമെങ്കിൽ ജലതന്മാത്രകൾ പരസ്പരമുള്ള ആകർഷണ ബലം കുറയ്ക്കണം. ഈ ഒരു പരസ്പര ആകർഷണ ബലമാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രതലബലം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് സാധ്യമാകണമെങ്കിൽ വെള്ളത്തിന്റെ പ്രതലബലം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. സോപ്പിന് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുന്നു. അപ്പൊ സോപ്പ് നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാൻ സാധ്യമാകുന്ന ഒരു രാസവസ്തു അല്ലെങ്കിൽ ഒരു പദാർത്ഥമാണ് എന്ത്? സോപ്പ് എന്ന് പറയുന്നത്. അതിനാൽ സോപ്പ് ഉപയോഗിച്ച് അലക്കാൻ എളുപ്പത്തിൽ കഴിയും. സോപ്പ് തന്മാത്രകൾ വസ്ത്രത്തിലെ അഴുക്ക് കണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജലതന്മാത്രകളെ ആകർഷിക്കുകയും ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനാൽ ജലതന്മാത്രകളോടൊപ്പം അഴുക്ക് കണങ്ങൾ വസ്ത്രത്തിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യപ്പെടുന്നു. അപ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറച്ച് അങ്ങനെ അഴുക്കിനെയും ജലത്തെയും കൂടി നീക്കം ചെയ്യാനായിട്ട് എന്തിനു
എന്ത് സഹായകമാകുന്നുണ്ട്? സോപ്പിന് കഴിയുന്നുണ്ട്. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാനും അതുവഴി വൃത്തിയാക്കൽ എന്നുള്ള ഒരു പ്രോസസ്സ് ഈസി ആക്കാനും വേണ്ടിയാണ്. ജലത്തിലെ ഘടകങ്ങൾ, നമുക്കറിയാം H2O ആണ് ജലമെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകമൂലകങ്ങൾ ചേർന്നാണ് ജലം ഉണ്ടായത്. അപ്പോൾ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും നിർമ്മിക്കാനും ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് ജലം നിർമ്മിക്കാനും കഴിയുമെന്ന് നമുക്ക് തന്നെ പറയാം. H2O ആണ് വാട്ടർ, സോ ഹൈഡ്രജനും ഓക്സിജനാണ് അതിൻ്റെ അടങ്ങിയിരിക്കുന്ന കണികകൾ. സോ നമുക്ക് എങ്ങനെ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന് സാധിക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഇലക്ട്രോളിസിസ് ചെയ്യാൻ ഉള്ള ആ ഒരു സിസ്റ്റത്തിന്റെ സർക്യൂട്ടാണ് കാണുന്നത്. ഇനി കുറച്ച് ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനത്തെ കുറിച്ചുള്ള ആ ഒരു പോയിന്റുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ കൂടുതലും ഒരു എക്സ്പെരിമെന്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ അവിടുത്തെ ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ അവിടെ ആ മെയിൻ പോയിന്റ് എന്താണോ അത് മാത്രം പഠിച്ചു പോയാൽ മതിയായിരിക്കും. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായും ഇരുമ്പ് നീരാവിയുമായും പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു. അപ്പൊ മഗ്നീഷ്യവും ഹോട്ട് വാട്ടറും തമ്മിൽ പ്രവർത്തിച്ച് എന്ത് പുറത്തുവിടുന്നു? ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഇരുമ്പും നീരാവിയും ചേർന്നും ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നുണ്ട്. ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ജലവുമായി പ്രവർത്തനമില്ല. അപ്പൊ ഈ ഒരു ലോഹങ്ങൾ നമ്മൾ ക്രിയാശീല ശ്രേണി പറഞ്ഞപ്പോൾ അവിടെ ഏറ്റവും ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങളുടെ കൂടെ ഉള്ളവയാണ് ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായവ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർണമെന്റ്സ് ആയിട്ടൊക്കെ ഇതിന് ഉപയോഗിക്കാം. ജലവുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ലോഹങ്ങൾ ഒരിക്കലും നമുക്ക് ഓർണമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവയ്ക്ക് ജലവുമായുള്ള പ്രവർത്തനം എന്താണ്? പ്രവർത്തന ശേഷി വളരെ കുറവാണ്. ജലം സാർവിക ലായകം. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജലമാണ്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പദാർത്ഥങ്ങളെയും ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു ലായകമാണ് ഇത് ജലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നിർവീര്യ ലായകം എന്ന് ജലത്തെ വിളിക്കാനുള്ള കാരണം എന്താണ്? ശുദ്ധജലത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ. നമ്മൾ ശുദ്ധജലം എന്ന് പറയുന്നത് pH 7 കൺസിഡർ ചെയ്തിട്ടാണ് പറയാം. pH 7 താഴത്തേക്കാണ് pH പോകുന്നതെങ്കിൽ അത് ആസിഡായിട്ടും അതിനൊരു ആസിഡ് ക്വാളിറ്റി ഉണ്ടാവും. ദെൻ pH 7 എബവ് ആണെങ്കിൽ അത് ആൽക്കലി ആയിട്ട് മാറും. അപ്പോൾ ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്? അതിന് ആസിഡും ആയിരിക്കില്ല, ആൽക്കലിയും ആയിരിക്കില്ല. അതുകൊണ്ട് നിർവീര്യ ലായകമെന്നും ജലത്തെ വിളിക്കാറുണ്ട്. സോ ജലത്തെ നമുക്ക് മൃദുജലമെന്നും കഠിനജലമെന്നും സോഫ്റ്റ് വാട്ടർ എന്നും ഹാർഡ് വാട്ടർ എന്നും രണ്ടായിട്ട് തിരിച്ച് പറയാറുണ്ട്. അപ്പം എന്താണ് ജലത്തിൻ്റെ കാഠിന്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലമാണ് കഠിനജലം ഉണ്ടാകുന്നത്. അപ്പം മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന സമയത്ത് അതിലേക്ക് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ലയിച്ചു ചേരുകയും അതുവഴി ജലത്തിന് എന്ത് ഉണ്ടാകുന്നു? കാഠിന്യം ഉണ്ടാകുന്നു. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ സോപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ കഠിനജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല. അപ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ അവിടുത്തെ വെള്ളത്തിൽ സോപ്പ് പതയാത്തതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം? അത് കഠിനജലമായതാണ്. എന്തുകൊണ്ടാണ് കഠിനജലത്തിൽ സോപ്പ് പതയാത്തത്? എന്തുകൊണ്ടാണ്? അപ്പം കഠിനജലത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ഈ സോപ്പുമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് ഒരു അലിയാത്ത ലവണങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. സോ ഇതാണ് സോപ്പ് പതയാതിരിക്കാനുള്ള കാരണം. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ നമ്മൾ കഠിനജലം എന്ന് പറയുന്നു. ഇവിടെ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം, മഗ്നീഷ്യം ലവണങ്ങളാണ്. സോപ്പ് നന്നായി പതയുന്ന ജലമായിരിക്കും അപ്പോൾ ഏത്? മൃദുജലം അഥവാ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാഠിന്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ സാധിക്കും. ബൈകാർബണേറ്റ് കലർന്ന ജലത്തിൻ്റെ കാഠിന്യം തിളപ്പിച്ചപ്പോൾ മാറിയില്ലേ? ഇത്തരം കാഠിന്യമാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം. സോ എന്താണ് ടെമ്പററി ഹാർഡ്നെസ് അഥവാ താൽക്കാലിക കാഠിന്യം? ബൈകാർബണേറ്റുകൾ അടങ്ങിയ ഒരു കാഠിന്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജലം തിളപ്പിച്ചാൽ തന്നെ അതെന്തായിട്ട് മാറും? ഹാർഡ് വാട്ടറിന് നമുക്ക് സോഫ്റ്റ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും.
ഈ തിളപ്പിച്ച തന്നെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ സാധിക്കുന്ന കാഠിന്യമാണെങ്കിൽ അത് ടെമ്പററി ആണ്, താൽക്കാലിക കാഠിന്യമാണ്. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് ആണ്. അപ്പം ബൈകാർബണേറ്റ് ആണെങ്കിൽ ടെമ്പററി ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും ലയിപ്പിച്ച ജലത്തിൻ്റെ കാഠിന്യം തിളപ്പിച്ചപ്പോഴും മാറിയില്ലല്ലോ. ഇതാണ് സ്ഥിരകാഠിന്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണെന്ന് പറഞ്ഞു. ഈ ലവണങ്ങൾ ബൈകാർബണേറ്റ് ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ചാൽ തന്നെ അത് പോകുന്നതായിരിക്കും. എന്നാൽ സൾഫേറ്റുകളും ക്ലോറൈഡുകളും ആണെങ്കിലോ അത് തിളപ്പിച്ചുകൊണ്ടൊന്നും അത് പെട്ടെന്ന് അങ്ങനെ പോവില്ല, അത് പെർമനൻ്റ് ആയിരിക്കും, ഇങ്ങനെ സ്ഥിര കാഠിന്യമായിരിക്കും. അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥിരകാഠിന്യം നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബൈകാർബണേറ്റ് ആണെങ്കിൽ ടെമ്പററി ആയിരിക്കും, സൾഫേറ്റുകളോ ക്ലോറൈഡുകളോ ആണെങ്കിൽ പെർമനൻ്റ് ഹാർഡ്നെസ് ആയിരിക്കും. സോ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ജലം തിളപ്പിക്കുമ്പോൾ തന്നെ ഈ ഒരു താൽക്കാലിക കാഠിന്യം നീക്കം ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ജലം തിളപ്പിക്കുമ്പോൾ നീക്കപ്പെടുന്നു. ചൂടാക്കുമ്പോൾ ബൈകാർബണേറ്റുകൾ വിഘടിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ബൈകാർബണേറ്റിൻ്റെ ഒരു നേച്ചറാണത്, ചൂടാക്കുന്ന സമയത്ത് സ്പ്ലിറ്റ് ആവും, വിഘടിക്കപ്പെടും. എന്നാൽ സ്ഥിര കാഠിന്യം ഇങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കില്ല. സോ ജലമലിനീകരണം, ജലം നമുക്കറിയാം, നമുക്ക് വളരെയധികം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന യൂസസ് കൂടാതെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോഴും ജലത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ജലം നമ്മൾ വലിയ രീതിയിൽ മലിനീകരിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജനറലി നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിലും ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ ഒരു പോയിൻറ്റ്സും കൂടി നോക്കാം. ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം മൂലവും അമിതമായ രാസവള പ്രയോഗം മൂലവും ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം മൂലവും അതുപോലെ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ മുഖേനയൊക്കെ ജലം മലിനമാക്കപ്പെടാറുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജലത്തിനെ കുറിച്ചുള്ള രാസപരമായും ഭൗതികമായിട്ടുമൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ചർച്ച ചെയ്തത്. സോ നമ്മൾ SCERT ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ബേസിക് സയൻസ് ക്ലാസ്സുകളിൽ അവിടെ നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡയറക്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഇലാബറേറ്റഡ് കൊടുത്തിരിക്കുന്ന കാരണം നിങ്ങൾ അതിൽ നിന്നുള്ള പോയിൻറ്റ്സ് മാത്രം, എന്നാൽ ഒന്നും മിസ്സാക്കാതെ തന്നെ പോയിൻറ്റ്സ് മാത്രം ചൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.